കേരള സ്റ്റോറി 2 ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം എവിടെ നോക്കിയാലും ബീഫ്. ഇൻസ്റ്റഗ്രാം നോക്കിയാലും ബീഫിന്റെ പലതരം വെറൈറ്റി ഫുഡ്, പൊറോട്ട ഐറ്റംസ്, അങ്ങനെ യൂട്യൂബിലേക്ക് കയറിയാലും അവിടെ ഇതേപോലെ തന്നെ ബീഫിന്റെ ഹിസ്റ്ററി, ബീഫിന്റെ ഫുഡ്, സർവേ, ഇതൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ സിനിമ വെക്കുന്ന പൊളിറ്റിക്സിനാണോ എല്ലാവരും സംസാരിക്കുന്നത്, അല്ല ബീഫിന്റെ പ്രൊമോഷനാണോ മലയാളികളുടെ ഇടയിൽ നടക്കുന്നത് എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാനൊക്കെ അങ്ങനെ ബീഫ് അത്രയും ഇഷ്ടമുള്ള ആളൊന്നല്ല. ഇപ്പോ എവിടെ നോക്കിയാലും ബീഫ് 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 എന്ന് കേട്ടിട്ട് ഇപ്പോ ബീഫ് ഇവിടെ കിട്ടുന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ 2 ദിവസമായിട്ട് ബീഫാണ് ഞാൻ കഴിക്കുന്നത്. ഇതാണോ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് എന്നറിയില്ല. കാരണം ഇപ്പം ബീഫ് എന്ന് കേട്ടിട്ട് ഇപ്പൊ ബീഫിനോട് താല്പര്യമില്ലാത്തവർ വരെ ബീഫ് കഴിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലതാണ്, മോശം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോ എന്താ സംഭവം നടക്കുന്നുള്ള ഐഡിയ കിട്ടുന്നില്ല. ബീഫാണോ സിനിമയാണോ ആൾക്കാർ സംസാരിക്കുന്നുള്ളത് അറിയില്ല. എന്തായാലും കേരള സ്റ്റോറി 2ന്റെ സംവിധായകരും പ്രൊഡ്യൂസറെല്ലാം വിചാരിച്ച പോലെ നടന്നിനോ എന്നറിയില്ല. എന്തായാലും കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ ബീഫിന് നല്ല പ്രൊമോഷൻ നടക്കുന്നുണ്ട്, അടിപൊളിയായിട്ട്. അതിന് വലിയൊരു താങ്ക് യു. ഇത്രേ പറയാനുള്ളൂ. ശരിയെന്നാ.